ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് കേരളം. നിങ്ങൾക്കറിയാം, 9-ാം തീയതി 1-ാം ഘട്ടം വോട്ട് ചെയ്യാൻ വരും. നമുക്ക് 11-ാം തീയതി 2-ാം ഘട്ടം. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, നാടിന് കൊള്ളാവുന്നവർ വോട്ട് ചെയ്യണം. പിന്നെ നാളെ കടന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നാടിന് ഗുണം ചെയ്യുന്നവരാണോ അവർക്ക് വോട്ട് ചെയ്യണം. പ്രൈം ടൈം ആരംഭിക്കുന്നു. ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രൈം ടൈം നിങ്ങളുടെ എല്ലാം അനുമതിയോടെ ആരംഭിക്കുകയാണ്. നല്ലൊരു രാത്രിയാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ നേരുന്നത്. 24-ൻ്റെ ചെയർമാൻ നിങ്ങൾക്കറിയാം, ആലിങ്കൽ മുഹമ്മദാണ്. ആലിങ്കൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പം അദ്ദേഹം വളരെ ലളിതമായി പറഞ്ഞാൽ അദ്ദേഹം ഈ നെറ്റ്വർക്കിൻ്റെ അഭിമാനമാണ്. പറയുന്നതേ പ്രവർത്തിക്കൂ, പ്രവർത്തിക്കുന്നതേ പറയൂ. വാക്കും പ്രവൃത്തിയും തമ്മിൽ നല്ല യോജിപ്പുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് റിപ്പോർട്ടർ TV ഒരു വാർത്ത പുറത്തുവിട്ടു. അതായത് ഈ വാർത്ത പുറത്തുവിട്ട എന്ന് വെച്ചാൽ അവർ നമ്മുടെ ആലിങ്കൽ മുഹമ്മദ് എന്ന് പറയുന്ന നമ്മുടെ ചെയർമാനെ എന്തെങ്കിലും കരിവാരിത്തേക്കാൻ പറ്റുമോ എന്നുള്ള ഇതിലൊരു നാടകം കളിച്ചതാണ്. നിങ്ങൾക്കറിയാം, അവർ ഈ ടെലിവിഷൻ നടത്തിയൊരു തട്ടിപ്പ് കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയായിട്ട് ഞാൻ കൊടുത്തു. ആ പരാതിയിൽ 4 മാസം അന്വേഷണം നടത്തിയിട്ട് പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായപ്പോൾ റിപ്പോർട്ടർ TVക്ക് എതിരായിട്ട് നടപടികൾ വരുന്നു. ഇന്നലെ കേരള പോലീസ് FIR ഇട്ട് 1-ാം പ്രതിയായിട്ട് ബാർക്കിൽ ജോലി ചെയ്യുന്ന പ്രേംനാഥ് എന്ന ചെറുപ്പക്കാരനെയും പിന്നീട് നമ്മുടെ ഈ റിപ്പോർട്ടർ TVയെയും അതിൻ്റെ MDയെയും ഒക്കെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തതോടെ അവർക്ക് സ്ഥലജലപ്പുറം പിടിപെട്ടു. അപ്പോൾ പിന്നെ നമ്മുടെ ആലിങ്കൽ മുഹമ്മദിനെ ഒന്ന് വരുത്തിയാൽ ഇതൊക്കെ അവസാനിക്കും. സത്യത്തിൻ്റെ വഴിയിൽ യാത്ര ചെയ്യുന്ന ആളുകളൊന്നും അങ്ങനെ വരലില്ലെന്നേ. അപ്പോൾ എന്തായാലും നമ്മുടെ ചെയർമാൻ ഇപ്പോൾ സൗദി അറേബ്യയിൽ അദ്ദേഹം അബീർ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ അധിപനാണ്. അദ്ദേഹം അവിടെ നിന്ന് നമ്മോട് സംസാരിച്ചു. ഒരു തട്ടിപ്പുകാരൻ്റെ വ്യാജ പരാതിയിലെടുത്ത കേസിലെ വിവരങ്ങളാണ് തനിക്കെതിരെ റിപ്പോർട്ടർ TVന്ന് പുറത്തുവിട്ടതെന്ന് ആലിങ്കൽ മുഹമ്മദ് പറഞ്ഞു. വ്യാജ വാർത്തയിലൂടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് റിപ്പോർട്ടർ ചാനലിനെതിരെയും കള്ളപ്പരാതി നൽകിയ ഈ അബ്ദുൽ സലാമിനെതിരെയും 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ നടപടി തുടങ്ങിയെന്നും 24 ചെയർമാൻ അറിയിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒന്നുകൂടി പറയാം, ഹൈക്കോടതിയിലെ വളരെ സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് S. രാജീവായിരിക്കും ആലിങ്കൽ മുഹമ്മദിന് വേണ്ടി അഭിഭാഷകൻ്റെ നോട്ടീസ് അയക്കുകയും 100 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യമുള്ള മാനനഷ്ട കേസ് പ്രൊസീഡ് ചെയ്യുന്നതും. ജിദ്ദയിൽ നിന്ന് ആലിങ്കൽ മുഹമ്മദിൻ്റെ വാക്കുകൾ. ഇന്ന് രാവിലെ റിപ്പോർട്ടർ TV വെളിപ്പെടുത്തിയ ഒരു ന്യൂസ് കേൾക്കാൻ ഇടയായി. ഒരു തട്ടിപ്പുകാരൻ്റെ കുപ്രചരണം മുഖവിലക്കെടുത്ത് അവർ ഇന്ന് പറഞ്ഞ ന്യൂസ് അടിസ്ഥാനരഹിതമാണ്. ഞാനതിനെ മുഴുവനായും തള്ളിപ്പറയുന്നു. മാത്രമല്ല, ആ കേസിലെ ആസ്പദമായ FIR കാണാനിടയായി 2015 എന്ന് അവകാശപ്പെടുന്ന ഒരു കാര്യം കേസിന് പോകുന്നത് 2025 ഫെബ്രുവരിയിലാണ്. ഇതിനിടയിൽ എന്ന് ഇത് സംഭവിച്ചു, എപ്പോഴാണ് എന്നുള്ള ഡേറ്റ് അറിഞ്ഞാൽ ഞാൻ അന്ന് കൊച്ചിയിലുണ്ടോ ഇല്ലേ എന്ന് എനിക്കെൻ്റെ പാസ്പോർട്ട് നോക്കി ഒന്ന് ചെക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെ വിശദമായിട്ടൊന്നും അതിൽ കാണാൻ പറ്റിയില്ല. ഏതായാലും ഞാൻ ഈ ന്യൂസിൽ ഇത് പറയാൻ വരുന്നതിന് മുമ്പ് ആദ്യമായി ചെയ്തത് എൻ്റെ വക്കീലുമായി ബന്ധപ്പെട്ട് മാനനഷ്ട കേസിന് പരാതി നൽകാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. 100 കോടി രൂപ മാനനഷ്ടം ചോദിച്ചുകൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ അതിന് വേണ്ട നടപടികളുമായിട്ട് അബ്ദുൽസലാമിൻ്റെ പേരിലും റിപ്പോർട്ടർ ചാനലിൻ്റെ പേരിലും ഇന്ന് തന്നെ അതിന് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകം ഇവിടെ പറയാനുള്ളത്, എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ട്, എന്നായിട്ട് ഇടപാടുള്ള ആളുകളുണ്ട്, എൻ്റെ കുടുംബ മിത്രാദികളുണ്ട്. എല്ലാവരോടും പറയാനുള്ളത്, ഇത് കേട്ട് നിങ്ങളാരും വിഷമിക്കേണ്ട. എന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഈ 62 വയസ്സിനുള്ളിൽ ഇത്രയും കാലം ഇങ്ങനെ നമ്മൾ ആരോടും ഒരു വേണ്ടാത്ത കാര്യങ്ങൾ ആരെങ്കിലും മറ്റുള്ള രീതിയിൽ പറ്റിക്കുകയോ ചെയ്തൊരു ചരിത്രം പറയാനില്ല. അത് തികച്ചും നല്ല ബോധത്തോടെ തന്നെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളാരും ഈ കാര്യത്തിലൊട്ടും വിഷമിക്കേണ്ട.
ഇതിനെ എങ്ങനെ നേരിടണം നമുക്കറിയാം. തീർച്ചയായിട്ടും നമ്മളതിനെ നേരിടും എന്നാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്കറിയാം, പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ പലർക്കും അറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ആളുകൾക്കൊക്കെ ആലിംഗൽ മുഹമ്മദ് ആരാണെന്നറിയാം. 2013 മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഒരൊറ്റ ടെലിഫോൺ കാൾ സൗദി അറേബ്യയ്ക്ക് വിളിച്ചുകൊള്ളൂ. 36 ലക്ഷം രൂപ ബ്ലഡ് മണി കൊടുത്ത് ഇടുക്കിയിലെ വിനീഷ് പാപ്പച്ചനെ കൊലമരത്തുനിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് ഈ ആലിംഗൽ മുഹമ്മദ് ആയിരുന്നു. അത്ര നന്മയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുതൽ AP അബൂബക്കർ മുസ്ലിയാർ വരെ എല്ലാവർക്കും അറിയാവുന്ന, വടക്കൻ കേരളത്തിലെ ആളുകൾക്ക് പ്രത്യേകിച്ചും വളരെ അടുത്തറിയാവുന്ന അദ്ദേഹത്തിൻ്റെ നന്മയെ മറയ്ക്കാൻ, അദ്ദേഹത്തിൻ്റെ വെളിച്ചത്തെ മറയ്ക്കാൻ ഈ നാടകം പോരാ എന്നത് തയ്യാറാക്കിയ ആളുകൾ അറിയണം. എന്തായാലും 100 കോടി രൂപയ്ക്കുള്ള മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ അഡ്വക്കേറ്റ് രാജീവ് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ജയിലിൽ കിടന്ന ഒരു തട്ടിപ്പ് വീരനായ ഒരാളിൻ്റെ പരാതിയിൽ കഴിഞ്ഞ 8 മാസമായി പോലീസ് അന്വേഷിക്കാത്ത ഒരു കേസിൻ്റെ ചുവട് പിടിച്ചാണ് ഈ ബാർക്കിലെ തട്ടിപ്പ് കേസ് അന്വേഷിക്കാതിരിക്കാൻ ഈ ഒരു നാടകം കളിച്ചത്. ജിദ്ദയിൽ നിന്ന് നമുക്കൊപ്പം ജലീൽ കണ്ണമല്ലം ചേരുകയാണ്. അതിനിടയിൽ മറ്റൊരു കാര്യമുണ്ട്. 24 ചെയർമാൻ ആലിംഗൽ മുഹമ്മദിനെതിരെ കള്ളപ്പരാതി നൽകിയ അബ്ദുൽ സലാം ഇതുവരെ പോലീസ് ആവശ്യപ്പെട്ട ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ വിവരം അന്വേഷിച്ചു. ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ ഹാജരാക്കാൻ 3 തവണയാണ് പോലീസ് ഇയാളോട് ആവശ്യപ്പെട്ടത്. 2018 നടന്നുവെന്ന് ഇയാൾ പറയുന്ന സംഭവത്തിൽ 2025 എന്തിന് പരാതി നൽകിയെന്ന പോലീസിൻ്റെ സ്വാഭാവിക ചോദ്യത്തിനും അബ്ദുൽ സലാം ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. മർദ്ദനം നടന്നു എന്ന് പറയുന്ന ഫ്ലോറ ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഒരു തെളിവുകളോടെ കണ്ടില്ല. കേസിൽ ഇതുവരെ പോലീസ് കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളുമായി ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം നമുക്കൊപ്പം ചേരുകയാണ്. ജലീൽ പറയും ഈ പരാതിക്കാരൻ്റെ വിശേഷങ്ങൾ. തികച്ചും 100% വ്യാജം ആയ അടിസ്ഥാനരഹിതമായ ഒരു പരാതിയാണിത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SKN പറഞ്ഞ പോലെ ബാർക്ക് തട്ടിപ്പും യൂട്യൂബ് വ്യൂസ് തട്ടിപ്പും ഒന്നും മറക്കാൻ ഈ ഒരു ന്യൂസിന്, ഈ ഒരു പരാതിക്ക് പിന്നാലെ പോയാൽ സാധിക്കില്ല. ഈ പരാതിക്കാരനെ ജിദ്ദക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, വ്യക്തമായിട്ട് അറിയാം. ഇദ്ദേഹത്തിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികൾ നേരത്തെ ഉയർന്നതാണ്. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷവും പല ഇന്ത്യയിൽ നിന്നും UAE-യിൽ നിന്നും സൗദിയിൽ നിന്നും ഒക്കെ പല ആളുകളും ഇദ്ദേഹത്തിന്റെ തട്ടിപ്പ് കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മളായിട്ട് ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ആലിംഗൽ സാറിനെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇത് ആലിംഗൽ സാറിനെ കൃത്യമായിട്ട് അറിയുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എങ്കിലും ഇത് മറ്റുള്ളവർക്ക് വേണ്ടി പറയാണ്, ഈ ഒരു പ്രതിസന്ധിയിൽപ്പെട്ട ആളെ സഹായിക്കാൻ തുനിഞ്ഞു എന്നതാണ് ആലിംഗൽ സാർ ഈ വിഷയത്തിൽ ചെയ്ത തെറ്റ്. കഴിഞ്ഞ 25 വർഷമായി അബീർ മെഡിക്കൽ സെന്റർ ഇവിടെ, അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ ബ്രാഞ്ച് തുറക്കുന്നു. അതോടൊപ്പം തന്നെ നിലവിലുള്ള ബ്രാഞ്ചുകളുടെ നവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ഈ പരാതിക്കാരൻ അബ്ദുസലാം, ഈ മമ്പാടുള്ള അബ്ദുസലാം എന്ന വ്യക്തി ആലിംഗൽ സാറിനെ സമീപിക്കുന്നത്. അല്ലൂർ ക്ലിനിക്ക് എന്നൊരു ക്ലിനിക്ക് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് സൗദിയിലെ ഹായിലും ഉണ്ട്, ജിദ്ദയിലും ഉണ്ടായിരുന്നു. ഈ അബ്ദുസലാം മമ്പാട് ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് നിയമപരമായി ഈ ക്ലിനിക്കിന്റെ ഉടമ ഒരു സൗദി ആയിരുന്നു. ഈ സൗദി ഉടമയുമായി ചില തർക്കങ്ങൾ ഉണ്ടായി, ചില കുടിശ്ശികൾ ഉണ്ടായിരുന്നു. ഇത് പരിഹരിക്കാൻ ഈ അബ്ദുസലാം ആലിംഗൽ സാറിനെ സമീപിക്കുകയായിരുന്നു ചെയ്തത്. അബീറിന്റെ പാർട്ണറായ സെയ്ദിന്റെ മധ്യസ്ഥതയിലാണ് ഈ മധ്യസ്ഥ ചർച്ചകൾ നടന്നത്. ഇടപാടുകളൊക്കെ തീർക്കാൻ ഈ ഒരു ചർച്ചയിൽ തീരുമാനമായി. 4 മാസത്തെ സാവകാശം ഈ അബ്ദുസലാമിന് നൽകുകയും ചെയ്തു. കെട്ടിട വാടക ഇനത്തിൽ മാത്രം 40 ലക്ഷത്തിലധികം റിയാലിന്റെ കുടിശ്ശിക ഉണ്ടായിരുന്നു. എന്നാൽ മധ്യസ്ഥ തീരുമാനപ്രകാരം ഈ 4 മാസത്തിനിടയിൽ അബ്ദുസലാം ഈ പണം നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സൗദി പാർട്ണർ, അതായത് ഈ ക്ലിനിക്കിന്റെ യഥാർത്ഥ ഉടമ ഡോക്ടർ സാലിഹ് ആശുപത്രി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പരിശോധനയിൽ പിന്നീട് നടത്തിയ പരിശോധനയിൽ വ്യാജ ഒപ്പിട്ട് ഈ അബ്ദുസലാം, ഈ പരാതിക്കാരൻ സൗദിയിലെ ബാങ്കിൽ നിന്ന് പണങ്ങളൊക്കെ പിൻവലിച്ചതായും കണ്ടെത്തി. ഇതോടെ ഈ സായിദ് ഉടമ നിയമ നടപടി ആരംഭിച്ചു. അപ്പോൾ ഈ അബ്ദുസലാം സൗദിയിൽ നിന്ന് രാജ്യം വിടുകയായിരുന്നു. ഇന്ത്യയിലേക്ക്, UAE-യിലേക്കും പിന്നീട് ഇന്ത്യയിലേക്കും ഒക്കെ അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. അബ്ദുസലാം വീണ്ടും നാട്ടിൽ വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകൾ നടത്തി. അന്തരിച്ച മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടു. 2018 ജൂണിൽ ഒരു ചർച്ചകൾ നടന്നു. 2018 ഓഗസ്റ്റിൽ മലപ്പുറത്ത് നടന്ന ഒരു ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടായി.
അതായത് അൽനൂറിന്റെ ഈ ക്ലിനിക്കിന്റെ വിലയായി 20 ദശലക്ഷം റിയാൽ, 2 കോടിയോളം റിയാൽ നിശ്ചയിക്കുകയും ആലിംഗലിന്റെ സുഹൃത്തായ ഈ സയ്യിദ് എന്ന ഈ സൗദി പൗരൻ ഈ ക്ലിനിക്ക് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കുടിശ്ശിക മുഴുവനും ഈ സയ്യിദ് കൊടുത്ത് തീർക്കുകയും വേണം. ഈ ഹൈദരലി തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രമുഖരുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ആലിംഗൽ ഈ വിഷയത്തിൽ ഇടപെട്ടത്. അബ്ദുസ്സലാമിന്റെ കുടുംബം വലിയ പ്രയാസത്തിലാണ് എന്ന് അന്തരിച്ച ഹൈദരലി തങ്ങൾ ആലിംഗലോട് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആലിംഗൽ ഇടപെട്ടത്. അങ്ങനെ 10 ലക്ഷം റിയാലിന്റെ ചെക്ക് അപ്പോൾ തന്നെ ഈ സയ്യിദ് ഡോക്ടർ സാലിഹ് എന്ന ഈ സൗദിക്ക് ഉടമയ്ക്ക് നൽകുകയും ചെയ്തു. 2000 കോടിയുടെ ക്ലിനിക്ക് എന്നൊക്കെ പരാതിയിൽ പറയുന്നത് വളരെ വിചിത്രമായി തോന്നുന്നു സ്കെയിൽ. എന്നാൽ ഈ എഗ്രിമെന്റിന് ശേഷം സൗദിയിലേക്ക് തിരിച്ചു വരണം എന്നൊരു ഡിമാൻഡ് പിന്നീട് ഈ അബ്ദുസലാം മുന്നോട്ട് വെച്ചു. ഈ അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസ് സൗദിയിൽ ഉണ്ടായിരുന്നാൽ അത് സാധിക്കുമായിരുന്നില്ല. കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇടപെടാൻ സാധിക്കില്ല എന്ന് ആലിംഗൽ സാർ ആ സമയത്ത് അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ അന്നൂറിന്റെ നിയമപരമായ അവകാശം ഈ സയ്യിദിന്റെ പേരിലാവുകയും ചെയ്തു. ഈ സയ്യിദും സലാമിന്റെ സ്പോൺസർ അതായത് ഈ അന്നൂറിന്റെ ക്ലിനിക്കിനുടമയായ ഈ ഡോക്ടർ സാലിഹുമായി നിയമപരമായി ഉണ്ടാക്കിയ കരാർ പ്രകാരമാണ് സയ്യിദ് ഈ ക്ലിനിക്ക് ഏറ്റെടുക്കുന്നത്. സാമ്പത്തിക ബാധ്യതകളും കേസുകളും സയ്യിദിന്റെ പേരിലായി ജീവനക്കാരുടെ ലവി, ശമ്പള കുടിശ്ശിക തുടങ്ങിയവയൊക്കെ ഈ സയ്യിദ് അടച്ചു തീർക്കുകയും ചെയ്തു. ലൈസൻസ് പുതുക്കാനാകാത്ത വിധം ഈ ക്ലിനിക്കിന്റെ കേസ് സങ്കീർണമായിരുന്നു. ക്ലിനിക്ക് ജലീൽ കണ്ണമംഗലം, കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ആവശ്യമുള്ളവരെ അറിയിക്കാം. മാത്രമല്ല 2000 കോടി രൂപയുടെ തട്ടിപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നാടകം കളിച്ച് ശ്രീ ആലിംഗൽ മുഹമ്മദിനെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് മങ്ങലേൽപ്പിക്കാം എന്ന് ധരിച്ചിട്ടുണ്ട് ഉള്ള ആൾക്കാരുണ്ടാകും. കാര്യം ഈ നാടകം കളി വീരന്മാർ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അതായത് നമ്മളെടുത്ത ഒരു തീരുമാനമുണ്ട്. അതായത് ബാർക്കൽ തട്ടിപ്പ് നടത്തി പരസ്യക്കാരെയും ജനങ്ങളെയൊക്കെ വഞ്ചിക്കാമെന്നെടുത്ത തീരുമാനം, അതിൽ മറ നീക്കി അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരും. കൊച്ചി നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനാണ് ഈ പരാതിക്ക് FIR ഇട്ടതെന്ന് പറയുന്നു. എന്തായാലും കൊച്ചി പോലീസ് സ്റ്റേഷനിൽ നെടുമ്പാശ്ശേരിയിൽ പോയി നമ്മളൊന്ന് അന്വേഷിച്ചു. നമ്മുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് നെടുമ്പാശ്ശേരിയിൽ നിന്നും തത്സമയം ചേരുന്നു. വിഷ്ണു, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിച്ചപ്പോൾ പോലീസുകാരെന്താണ് പറയുന്നത്? ഈ തട്ടിപ്പ് വീരൻ്റെ വിശദാംശങ്ങൾ എന്താണ് അവിടെ? എസ്കെൻ 2025 ഫെബ്രുവരി 17-ാം തീയതി ഒരു പരാതി, ഒരു മൊഴി നൽകി. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും, ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു FIR ഇട്ടു. അതിനപ്പുറത്തേക്ക് ഒരു പടി പോലും ഈ കേസിന്റെ അന്വേഷണവുമായി പോലീസ് പോയിട്ടില്ല. പോലീസ് പറയുന്നത് ഈ മർദ്ദിച്ചു എന്ന് പറയുന്നതാണ് അവരൊരു ക്രൈമായി എടുത്തിട്ടുള്ളത്. അത് 2018-ലാണ് നടന്നിട്ടുള്ളതെന്ന് പരാതിക്കാരൻ തന്നെ പറയുന്നുണ്ട്. 2018 നടന്ന സംഭവത്തിൽ പരാതി നൽകുന്നത് 2025-ലാണ്. എന്നിട്ടും പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് ഈ പരാതിയിൽ പറയുന്ന ഫ്ലോറ ഹോട്ടലിൽ പരിശോധന നടത്തി. അവിടുത്തെ ഹോട്ടൽ അധികൃതരുമായി സംസാരിച്ചു. അവർ പറയുന്നത് 2018-ലെ CCTVയും അതോടൊപ്പം തന്നെ അവിടുത്തെ രജിസ്റ്ററും അവരുടെ പക്കലില്ല എന്ന് ഔദ്യോഗികമായി എഴുതി നൽകിയിട്ടുണ്ട്. അതോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ലഭ്യമായിട്ടില്ല. പിന്നെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ പറഞ്ഞ പശ്ചാത്തലത്തിൽ അതിന്റെ വിവരങ്ങൾ ഈ പോലീസ് പരാതിക്കാരനോട് ആവശ്യപ്പെട്ടിരുന്നു. 1-2 തവണയല്ല, 3 തവണയാണ് ഇമെയിൽ മുഖേനയും നോട്ടീസായും ഒക്കെ പരാതിക്കാരനെ സമീപിച്ചത് പോലീസ്. പക്ഷേ ഒരു മറുപടി പോലും മെയിലായി പോലും നൽകിയിട്ടില്ല. ബാങ്ക് രേഖകൾ പോലും നൽകാൻ പരാതിക്കാരൻ തയ്യാറായില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ 2-ാം മാസം എടുത്ത FIR ഇപ്പോൾ 11-ാം മാസമാകുന്നു. ആ FIR-ൽ മുന്നോട്ട് പോകാനായിട്ട് പോലീസ് സാധിക്കാത്തത് ഒരു തെളിവുകളും ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ്. അതായത് ഇതിന് എത്രത്തോളം ഗൗരവമുണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ പോലീസ് എത്രത്തോളം ഗൗരവം അതിന് നൽകുന്നുണ്ട്, അതിൻ്റെ ഒരു ജെന്യൂനിറ്റി എത്രത്തോളമാണ് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാകും, അതിൻ്റെ ഒരു വ്യാജ സ്വഭാവമൊക്കെ. ആ പശ്ചാത്തലത്തിലാണ് പോലീസ് ഒരടി പോലും മുന്നോട്ട് പോകാത്തത്. ഇനിയിപ്പോൾ ഇത് ഒരുപക്ഷെ കോഷ് ചെയ്യാനായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട് മറ്റ് തെളിവുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ എതിർപ്പടക്കമുള്ള നടപടികളൊക്കെ കോടതി തള്ളിക്കളയാനുള്ള സാധ്യതയാണുള്ളത്. ഒരു തെളിവും ഇതുവരെ ഹാജരാക്കാനായിട്ട് ഈ പരാതിക്കാരന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസ് എവിടെയാണോ തുടങ്ങിയത് അവിടെ ഒതുങ്ങി നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു പടി പോലും പോയിട്ടില്ല. ഒരു മൊഴി ലഭിക്കുമ്പോൾ സ്വാഭാവികമായി FIR ഇടുക അതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. എന്നാൽ അതിലൊരു അന്വേഷണം നടത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ പരാതിക്കാരൻ ഒരു തെളിവും കൈമാറിയിട്ടില്ല. മർദ്ദനം നടന്നു എന്ന് പറയുന്നതൊക്കെ പോലീസ് നമ്മൾ പ്രാഥമികമായി സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം അവിടെ രജിസ്റ്ററോ CCTVയോ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പശ്ചാത്തലത്തിൽ അത് തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇതൊരു പരാതി മാത്രമായി നിലനിൽക്കുന്നു. ഒരു FIR ഇട്ടു എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതിനൊരു വ്യാജ സ്വഭാവമുണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. ഓക്കെ, വിഷ്ണു സുരേഷാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും തത്സമയം ചേർന്നത്. ഈ പോലീസ് സ്റ്റേഷനാണ് FIR ഇട്ടു എന്ന് പറയുന്നത്. 2000 കോടിയുടെ തട്ടിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് തുറന്നു പറഞ്ഞാൽ ഈ അടുത്ത എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ട ജെന്റിൽമാനായ 10 പേരെ എടുത്താൽ അതിലൊരാൾ ആലിംഗൽ മുഹമ്മദാണ്.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ധൈര്യത്തോടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ നിന്ന് പറയുന്നത്. ഈ ഒരു പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, അതായത് നന്മയുടെ വഴിത്താരകളിൽ അവർക്കൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കാമോ അതൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവർ കാണുന്ന ഒരാളാണ് ആലിങ്കൽ മുഹമ്മദ്. അതുകൊണ്ട് വടക്കൻ കേരളത്തിലെ ജനങ്ങളെയോ കേരളത്തിലെ ജനങ്ങളെ പൊതുവെയോ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ നാടകത്തിന് കഴിയില്ല. ഇന്ന് ഈ നാടകത്തിൻ്റെ ഉറവിടം കണ്ടെത്തി ഉള്ള ആളുകൾ മനസ്സിലാക്കണം, നാടകം പടച്ചുവിട്ട ആൾക്കാർ മനസ്സിലാക്കണം. ഇതിനെല്ലാം കാരണം സിമ്പിളാണ്. ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിങ്ങിൽ തട്ടിപ്പ് നടത്തുന്ന കാര്യം നമ്മൾ ശരിക്കും പുറത്തു കൊണ്ടുവന്നു. ബാർക്കിലെ ഒരു ഉദ്യോഗസ്ഥൻ നടത്തുന്ന ഹീനമായ ശ്രമം, റിപ്പോർട്ടർ ടി വിയുമായിട്ട് അയാൾ നടത്തുന്ന ചങ്ങാത്തം, ഇതൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് ചെയർമാൻ ഇട്ടടിച്ചാൽ നമ്മളിന്ന് ഒരിക്കലും നമ്മളിന്ന് പിന്തിരിയാൻ പോകുന്നില്ല. ഓപ്പറേഷൻ സത്യ നമ്മൾ തുടരുക തന്നെ ചെയ്യും. അതായത് അനീതിയും അതുപോലെ തട്ടിപ്പ് നടന്നിട്ടുള്ളത് പുറത്തു കൊണ്ടുവരിക തന്നെ നമ്മൾ ചെയ്യും. ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയിലെ 22ഓളം വാർത്താമാധ്യമങ്ങളിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മറാത്തിയിലും തമിഴിലും ഒക്കെ സംപ്രേഷണം ചെയ്യുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ ഈ റേറ്റിംഗ് തട്ടിപ്പിനെ കുറിച്ച് ഇന്നലെയും മെനഞ്ഞാന്നുമായി വാർത്ത കൊടുത്തിരുന്നു. ഇന്നും റിപ്പബ്ലിക് TV ഉൾപ്പെടെ വാർത്തകൾ നൽകിയിരുന്നു. ഇനിയിപ്പോൾ അവരുടെ ഡയറക്ടേഴ്സിനെതിരെയും കൂടി ഇങ്ങനെയുള്ള കെട്ടുകഥകൾ വരുമോ എന്നുള്ളൊരു ഭയത്തിലാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നോർത്ത് ഈസ്റ്റിലെ TVയും കൊടുത്തിട്ടുണ്ട്. ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് തീരുമാനിക്കുന്ന ബാർക്കിൽ റേറ്റിംഗ് തട്ടിപ്പ് നടത്തിയ റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ആൻഡോ അഗസ്റ്റിൻ 2ാം പ്രതിയും ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥ് 1ാം പ്രതിയുമാണ്. കളമശ്ശേരി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം നടത്തി കൂടുതൽ പ്രതികൾ ഇതിലുണ്ടെങ്കിൽ അവരെ കൂടി പ്രതി ചേർക്കാനാണ് പോലീസിന്റെ നീക്കമെന്ന് അറിയുന്നു. ബാർക്കിംഗ് റേറ്റിംഗ് തിരിമറിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തെളിവ് സഹിതം 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പോലീസ് FIR ഇട്ടത്. അതിനിടെ മുഖ്യമന്ത്രിക്ക് ഞാൻ സമർപ്പിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പോലീസ് ഡയറക്ടർ ജനറലോട് അന്വേഷണം ആവശ്യപ്പെടുകയും കഴിഞ്ഞ 4 മാസങ്ങളായി അവർ നടത്തിയ അന്വേഷണത്തിൽ എൻ്റെ പരാതിയിൽ ചില കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കളമശ്ശേരി പോലീസ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. അതിനിടെ ബാർക്ക് തട്ടിപ്പ് സംബന്ധിച്ച 24 വാർത്ത റിപ്പബ്ലിക് ഉൾപ്പെടെ ദേശീയ പ്രാദേശിക മാധ്യമങ്ങൾ ഇന്നും ചർച്ചയാക്കി എന്നുള്ളത് അവരുടെ അന്വേഷണത്തിലും ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ്. ബാർക്ക് റേറ്റിംഗിൽ കോടികൾ കോഴി നൽകി തട്ടിപ്പ് നടത്തുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ 24ന്റെ ഓപ്പറേഷൻ സത്യയിലൂടെ പുറത്തുകൊണ്ടുവന്നിരുന്നു. ഡേറ്റയിൽ കൃത്രിമം കാണിച്ച് പരസ്യദാതാക്കളെയും കാഴ്ചക്കാരെയും വഞ്ചിക്കുക എന്ന ഗൂഢാലോചന 24 വെളിപ്പെടുത്തി. ട്രസ്റ്റ് വാലറ്റിലൂടെയും USDT-യിലൂടെ ക്രിപ്റ്റോ കറൻസിയായുമാണ് പണം ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥിന് റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിൻ കൈമാറിയത്. കോടികൾ നൽകി പ്രേക്ഷക പിന്തുണ വ്യാജമായി നേടുന്നതിനെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ കേരള മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടന്നു. തെളിവുകൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് റിപ്പോർട്ടർ TV സ്ഥിതി ചെയ്യുന്ന കളമശ്ശേരിയിലെ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരിക്കുന്നത്. 1ാം പ്രതി ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥും 2ാം പ്രതി റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡോ അഗസ്റ്റിനുമാണ്. വഞ്ചന, കൃത്രിമരേഖ ചമയ്ക്കൽ എന്നിവയാണ് കുറ്റങ്ങൾ. ബാർക്ക് ഡാറ്റയിൽ പണം വാങ്ങി കൃത്രിമത്വം കാണിച്ച് പരസ്യദാതാക്കളെയും മറ്റ് ചാനലുകളെയും കാഴ്ചക്കാരെയും വഞ്ചിച്ചു എന്ന് കാട്ടി 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ കേന്ദ്ര വാർത്താവിതരണ മന്ത്രിക്കും ബാർക്ക് CEOയ്ക്കും പരാതി നൽകിയിരുന്നു. ബാർക്കിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കണമെന്ന് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ വാർഷിക സമ്മേളനവും ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെയും തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ റിപ്പോർട്ടർ ഉടമ ബാർക്ക് തിരിമറി കേസിലും പ്രതിയാവുകയാണ്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെ 24 പുറത്തുവിട്ട വാർത്ത ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. റിപ്പബ്ലിക് TV ഈ വിഷയത്തിൽ വിശദ ചർച്ച നടത്തി. But we have got some very clear indications. I must say very clear some indications that there has been some financial dealings between the channel owner and this Bark guy. And the second accused, he is leading a channel here. He is the managing director of the reporter channel. His name is Mr. Anto Augustine. He is the second accused, and there are some unidentified persons who are also part of this FIR. ദേശീയ മാധ്യമങ്ങൾക്ക് പുറമെ രാജ്യത്തെ പ്രാദേശിക മാധ്യമങ്ങളും 24 പുറത്തുവിട്ട ബാർക്ക് തട്ടിപ്പ് വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട്. റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിനും ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും തമ്മിലുള്ള കോടികളുടെ ഇടപാടിൽ അന്വേഷണം വേണമെന്ന് വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. 24 കൊച്ചി. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ SITയോട് റിപ്പോർട്ട് തേടി കൊല്ലം വിജിലൻസ് കോടതി. റിപ്പോർട്ട് ലഭിച്ച ശേഷം ജാമ്യാപേക്ഷ ഈ മാസം 8-ന് പരിഗണിക്കും. ദേവസ്വം മുൻ കമ്മീഷണർ N. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് SITയുടെ റിപ്പോർട്ട് തേടി.
ദേവസ്വം ബോർഡ് തീരുമാനത്തിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നുമാണ് ജാമ്യാപേക്ഷയിൽ പത്മകുമാറിന്റെ ചോദ്യം. ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് ചെമ്പെന്ന് രേഖപ്പെടുത്തിയത്. ഉദ്യോഗസ്ഥർ പിച്ചള എന്ന് എഴുതിയപ്പോൾ താനാണ് ചെമ്പെന്ന് മാറ്റിയത്. പാളികൾ ചെമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചതായതുകൊണ്ടാണ് അങ്ങനെ തിരുത്തിയതെന്നും എ പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി SITയുടെ റിപ്പോർട്ട് തേടി. ഡിസംബർ 8-ന് കേസ് വീണ്ടും കോടതി പരിഗണിക്കും. അതേസമയം ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ N വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. 24 കൊല്ലം. സംസ്ഥാനത്ത് SIR നടപടികൾ തുടരാമെന്ന് സുപ്രീം കോടതി. നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. എന്യൂമറേഷൻ ഫോറം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി ഇന്ന് നിർദ്ദേശിച്ചു. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യം പരിഗണിച്ചാണ് സുപ്രീം കോടതി നിർണായക നിർദ്ദേശം നൽകിയത്. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടുന്നതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പരിഗണിച്ച് 2 ദിവസത്തിനുള്ളിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. നിലവിൽ SIR നടപടികൾ തുടരാം. എന്നാൽ കൂടുതലായി ഒരു സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പോലും ചുമതല നൽകരുതെന്നും സുപ്രീം കോടതി കമ്മീഷനോട് നിർദ്ദേശിച്ചു. 25,000 ജീവനക്കാരെ SIRന് മാത്രമായി നിയോഗിച്ചിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ന്യായവും നീതിയുക്തമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് 11-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്, ഡിസംബർ 11-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് പോരാ, ഇനിയും ഇത് നീട്ടി വെക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ്, എന്തെല്ലാം ഘടകങ്ങൾ കൊണ്ടാണ് നീട്ടി വെക്കേണ്ടത് എന്ന് നിവേദനത്തിൽ പറയണം. അതിന്റെ അടിസ്ഥാനത്തിൽ എത്ര ദിവസത്തേക്കാണ് നീട്ടി വെക്കേണ്ടത് എന്നുള്ളതും സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെടാം. ആ ആവശ്യം പരിഗണിക്കണമെന്നാണ് ഇന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനടുത്ത് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കോ അല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കാണ് പ്രശ്നം നേരിടുന്നതെന്ന് സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞു. 88% SIR ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായെന്നും SIR നടപടികളുടെ സമയപരിധി നീട്ടി നൽകിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു. R. അച്യുതൻ, 24, ഡൽഹി. മറ്റൊരു വാർത്തയിലേക്ക്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് SIRൽ ചർച്ചയ്ക്ക് വഴങ്ങി കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ ഈ മാസം 9-ാം തീയതി തന്നെ ചർച്ച നടത്തും. പ്രതിപക്ഷത്തിന്റെ വിജയമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരു സഭകളും തുടർച്ചയായി 2-ാം ദിവസവും തടസ്സപ്പെട്ടിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ശീതകാല സമ്മേളനത്തിന്റെ 2-ാം ദിവസവും പാർലമെന്റ് സ്തംഭിച്ചു. प्रश्नकाल महत्वपूर्ण है, आप सदन में भागीदारी निभाएं. SIRൽ ചർച്ചയാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നോട്ടീസുകൾ ഇരുസഭകളിലും അധ്യക്ഷന്മാർ തള്ളിയതോടെ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. സഭാസ്തംഭനത്തെ തുടർന്ന് ലോക്സഭാ സ്പീക്കർ പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു. വൈകിട്ട് ചേർന്ന ബിസിനസ് അഡ്വൈസറി സമിതി യോഗത്തിൽ SIRൽ ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ സമ്മതം അറിയിച്ചു. ഈ മാസം 9-ന് 10 മണിക്കൂർ ചർച്ച നടക്കും. ചൊവ്വയും ബുധനും 2 ദിവസം ഇലക്ട്രൽ ഫോംസ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പരിഷ്കരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് SIR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 2 ദിവസം ചർച്ച ചെയ്യും, ചൊവ്വയും ബുധനും. SIR ചർച്ചയിൽ പ്രതിപക്ഷത്തു നിന്നും രാഹുൽ ഗാന്ധി തുടക്കമിടും. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ മറുപടി പറയും. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം സംബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച ഈ മാസം 8-ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച ആരംഭിക്കും. അതേസമയം രാജ്യസഭയിൽ SIR സംബന്ധിച്ച ചർച്ചയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നാളെ രാവിലെ മല്ലികാർജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ യോഗം ചേരും. ലേബർ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധം തുടരാനാണ് സാധ്യത. 24, ഡൽഹി. മൊബൈൽ ഫോൺ സുരക്ഷയുടെ പേരിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച സഞ്ചാർ സാത്ത് ആപ്പിനെ ചൊല്ലി വിവാദമുയരുന്നു. പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നീക്കമാണിത് എന്ന ആരോപണമായി പ്രതിപക്ഷം ഇന്ന് രംഗത്ത് വന്നു. ആപ്പ് നിർബന്ധമല്ലെങ്കിൽ ആവശ്യമില്ലാത്തവർക്ക് ആപ്പ് ഡിലീറ്റ് ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. iOS എക്കോസിസ്റ്റത്തിൻ്റെ സുരക്ഷയെ ഇത് ബാധിക്കുമെന്നും ആപ്പുമായി ഒരു കാരണവശാലും സഹകരിക്കില്ലെന്നും ആപ്പിൾ കമ്പനി വ്യക്തമാക്കി. രാജ്യത്ത് നിർമ്മിക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതുമായ എല്ലാ മൊബൈൽ ഫോണുകളിലും സഞ്ചാർ സാഥി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിർദ്ദേശം. പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം.
പ്രീ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നിർദ്ദേശം സുരക്ഷ മുൻനിർത്തിയാണെന്നും ഉപഭോക്താക്കൾക്ക് ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമെന്നും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. हर व्यक्ति को देश में नहीं मालूम कि मुझे फ्रॉड से प्रोटेक्ट करने के लिए, मुझे चोरी से प्रोटेक्ट करने के लिए ये ऐप है. तो हर व्यक्ति तक ये ऐप पहुंचाना हमारी जिम्मेदारी है. अगर आपको डिलीट करना है तो डिलीट कर दो. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. ഇതിന്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ബിഗ് ബ്രദർക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ടെലിഫോണുകൾ കേൾക്കാനും കാണാനും ഉള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഒരു നിരീക്ഷണ രാഷ്ട്രം, അതായത് സർക്കാരിന്റെ നിരീക്ഷണത്തിലുള്ള രാഷ്ട്രമാക്കി മാറ്റുകയാണ്. പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ കടന്നു കയറുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. സഞ്ചാർ സാഥി ആപ്ലിക്കേഷൻ നിർബന്ധമാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തോട് സഹകരിക്കാൻ കഴിയില്ലെന്നും iOS ഇക്കോസിസ്റ്റത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നും ആപ്പിൾ അറിയിച്ചതായാണ് വിവരം. സഞ്ചാർ സാഥി ആപ്പ് ചാരവൃത്തിക്ക് ഉള്ളതല്ലെന്നും രാഷ്ട്രീയം കലർത്തുന്നത് അനാവശ്യമാണെന്നും BJP പ്രതികരിച്ചു. 24 ഡൽഹി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഓട്ടോറിക്ഷയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ യുവാവ് പിടിയിലായി. തിരുമല സ്വദേശി വിഷ്ണുവാണ് ഇപ്പോൾ പിടിയിലായത്. ആവശ്യക്കാരെ യാത്രക്കാരാക്കി ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ കയറ്റിയിരുത്തിയാണ് ഇദ്ദേഹത്തിന്റെ വിൽപ്പന പൊടി പിടിക്കുന്നത്. മനീഷ് മഹിപാൽ ചേരുന്നു തിരുവനന്തപുരത്ത്. പുതിയ രീതിയിലുള്ള വിൽപ്പനയാണല്ലോ മനീഷ്, കൊള്ളാം. അതേ സ്കേൻ, പലതവണ ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തി പിടിയിലായിട്ടുള്ളതാണ്. അങ്ങനെ പല മാർഗത്തിലൂടെ കഞ്ചാവ് വിൽപ്പന നടത്തി പുതിയൊരു മാർഗം ആവിഷ്കരിക്കുകയായിരുന്നു. അങ്ങനെ ഏതാനും മാസങ്ങളായി ഇയാൾ ഈ ഓട്ടോറിക്ഷയിൽ ആളുകളെ, ആവശ്യക്കാരെ കണ്ടെത്തി അങ്ങനെ സ്ഥിരം ആവശ്യക്കാർ അല്ലെങ്കിൽ ഫോൺ മുഖേന ബന്ധപ്പെടുന്ന ആളുകളെ യാത്രക്കാരെന്ന രീതിയിലാണ് ഇയാൾ ഈ ഓട്ടോറിക്ഷയ്ക്ക് അകത്ത് കയറ്റി അവിടെ വെച്ചാണ് ഓട്ടോറിക്ഷയുടെ വിവിധ ഭാഗങ്ങളിൽ പൊതികളാക്കി, അതായത് 10 ഗ്രാം തൊട്ട് മുകളിലോട്ടുള്ള അത്രയും ഗ്രാം കഞ്ചാവ് ഈ ഓട്ടോയുടെ പല ഭാഗങ്ങളിൽ പൊതികളാക്കി സൂക്ഷിച്ച് അവിടെ നിന്നാണ് ഈ യാത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ യാത്രക്കാരെ കയറുന്ന ആളുകൾക്ക് ഓട്ടോറിക്ഷയിൽ വെച്ച് കൈമാറി ഗൂഗിൾ പേ മുഖേനയാണ് ഇയാൾ പണം വാങ്ങിയിരുന്നത്. ഇയാൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി എന്ന വ്യാജേന ഇവിടെ സർവീസ് നടത്തുന്നുണ്ടായിരുന്നെങ്കിൽ ഭൂരിഭാഗം സമയവും ഈ രീതിയിൽ രാത്രിയിലും രാവിലെയും ഓട്ടോ ഓടുന്നത് കഞ്ചാവ് കടത്താനും കഞ്ചാവ് വിൽപ്പനയ്ക്കും വേണ്ടി ഇട്ടാണെന്നുള്ള വിവരം നേരത്തെ എക്സൈസിന് ലഭിച്ചിരുന്നു. ഇന്നലെ മുതലാണ് സംസ്ഥാനത്ത് ഇലക്ഷന്റെ ഭാഗമായി ഇലക്ഷൻ ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രൈവ് എക്സൈസ് ആരംഭിച്ചത്. നേരത്തെ ഡാൻസ് ഓഫ് ടീം അടക്കം ഇയാളെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമം പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇയാളെ പറ്റിയുള്ള വിവരങ്ങളില്ലായിരുന്നു. ഒരാൾ ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷയിൽ വിൽപ്പന നടത്തുന്ന വിവരം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ രാവിലെ മുതൽ നെയ്യാറ്റിൻകരയിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ നെയ്യാറ്റിൻകരയിൽ വെച്ച് തന്നെ ഓട്ടോറിക്ഷയിൽ ഒരാളും, അതായത് എക്സൈസിന്റെ തന്നെ ഒരാളാണ് വിൽപ്പനക്കാരനെന്ന് വ്യാജേന ഇവിടെ ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ കയറിയപ്പോഴാണ് പിടിയിലായത്. ഇയാളെ എന്താണ് തിരുമല സ്വദേശിയാണ്, 35 വയസ്സ് മാത്രമാണ് പ്രായം. ഇയാൾ നേരത്തെയും ഒട്ടേറെ ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. അങ്ങനെ ഇയാളെ നിലവിൽ എക്സൈസ് പിടിയിലാക്കിയിട്ടുണ്ട്. ഇയാളുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, എവിടെ നിന്നാണ് ഇയാൾക്ക് കഞ്ചാവ് കിട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ എക്സൈസ് പരിശോധിച്ച് വരികയാണ്. 4.25 കിലോ കഞ്ചാവാണ് ഇയാളുടെ ഓട്ടോറിക്ഷയിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ പൊതികളാക്കി സൂക്ഷിച്ച നിലയിൽ എക്സൈസ് കണ്ടെടുത്തത്. SKN. കാസർകോട്ട് സ്പിരിറ്റ് കടത്തൽ സംഘത്തിലെ പ്രധാനി പിടിയിലായി. കുഞ്ചത്തൂർ സ്വദേശി അരവിന്ദാക്ഷനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. കർണാടകയിലെ ഉള്ളാളിൽ നിന്നാണ് ഇദ്ദേഹത്തിന് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. SKN40യുടെ ലഹരി വിരുദ്ധ യാത്രയുടെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഈ പ്രതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലായത്. ഇയാൾ നേരത്തെ രക്ഷപ്പെട്ട പ്രതിയാണെന്നും മനസ്സിലായി. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ അരുൺ. SKN ഗുഡ് ഈവനിങ്. SKN കേരള കർണാടക അതിർത്തിയായ തലപ്പാടി കേന്ദ്രീകരിച്ച് അന്തർ സംസ്ഥാന മദ്യക്കടത്തും അതുപോലെ തന്നെ സ്പിരിറ്റ് കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഈ സ്വദേശി അണ്ണു എന്ന അരവിന്ദാക്ഷ. ഈ അരവിന്ദാക്ഷനെ കുറിച്ച് നമ്മൾ SKN40യുമായി ബന്ധപ്പെട്ട യാത്രയുമായി ബന്ധപ്പെട്ട ശേഖരിച്ച റിപ്പോർട്ടിൽ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എക്സൈസ് വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് അണ്ണു അരവിന്ദാക്ഷനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എക്സൈസ് സംഘം ശേഖരിക്കുന്നത്. അങ്ങനെ സ്വിഫ്റ്റ് കാറിലും ഒരു ഓട്ടോറിക്ഷയിലും മദ്യം കടത്തുന്നതിനിടയിൽ ഈ അണ്ണുവിനെയും കൂട്ടാളിയായ പുരുഷോത്തമനെയും എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. പക്ഷേ എക്സൈസിന്റെ പിടിയിൽ നിന്ന് അണ്ണു അരവിന്ദാക്ഷ രക്ഷപ്പെടുകയായിരുന്നു. പുരുഷോത്തമന് മാത്രമാണ് എക്സൈസിന് അന്ന് പിടികൂടാൻ സാധിച്ചത്. ഇന്നിപ്പോൾ കർണാടകയിലെ തലപ്പാടി ഉള്ളാൾ ഭാഗത്തെ ഒരു റോട്ടിൽ വെച്ചാണ് ഈ അണ്ണു അരവിന്ദാക്ഷനെ എക്സൈസ് സംഘം കണ്ടെത്തുന്നത്. തുടർന്ന് ബലം പ്രയോഗിച്ച് ഇയാളെ പിടികൂടുകയായിരുന്നു. എന്തായാലും ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. SKN.
പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജീവനോടെ ഉണ്ടെന്ന് സ്ഥിരീകരിച്ച അദ്ദേഹത്തിന്റെ സഹോദരി റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിലെത്തി ഇമ്രാൻഖാനെ നേരിൽ കണ്ടതിന് ശേഷമാണ് സഹോദരി ഉസ്മയുടെ പ്രതികരണം. തന്റെ സഹോദരന്റെ ദുരവസ്ഥയ്ക്ക് കാരണം പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറാണെന്ന് ഉസ്മ കുറ്റപ്പെടുത്തി. ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ജിഷ്ണു, അദ്ദേഹത്തിന് മാനസികമായി ഈ ജയിൽവാസം തകർത്തു കളഞ്ഞു, അതുപോലെ തന്നെ ഈ സൈനിക മേധാവിയുടെ ഇടപെടലും അദ്ദേഹത്തിനെ കശക്കി എറിഞ്ഞു കളഞ്ഞു മനസ്സുകൊണ്ട് എന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN നോക്കൂ, 47 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇമ്രാൻഖാനെ കുറിച്ച്, പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ കുറിച്ച് ഒരു വിവരം പുറത്തു വരുന്നത്. ഈ 47 ദിവസമായി കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തെ ഏകാന്ത തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം മരിച്ചു എന്ന വാർത്തകൾ, കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള അംഗങ്ങൾ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരുന്നു. പെഷാവറിലും അതുപോലെ ഇസ്ലാമാബാദിലും ഒക്കെ വലിയ പ്രക്ഷോഭങ്ങൾ ഈ ഇമ്രാൻഖാനെ പിന്തുണയ്ക്കുന്ന പാർട്ടി പ്രവർത്തകർ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി ഉസ്മ സ്ഥിരീകരിക്കുകയാണ് ഇമ്രാൻഖാൻ ജീവനോടെ ഉണ്ട് എന്നത്. നേരത്തെ തന്നെ ഈ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇമ്രാൻഖാൻ പാകിസ്ഥാനിലെ ജയിലിൽ 5 സ്റ്റാർ ഹോട്ടലിലെ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുകയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ നേരിട്ട് കാണാൻ സാധിക്കാത്ത ഒരു ആശങ്ക സുഹൃത്തുക്കളിലും കുടുംബാംഗങ്ങളിലും ഉണ്ടായിരുന്നു. ആ ആശങ്കയാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. ഇമ്രാൻഖാൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് സഹോദരി തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. SKN. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി. രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചെന്ന് സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന 21-കാരി AICC KPC നേതൃത്വങ്ങൾക്ക് പരാതി കൊടുത്തു. പരാതി ലഭിച്ചെന്ന് സ്ഥിരീകരിച്ച KPC നേതൃത്വം പരാതി DGP-ക്ക് കൈമാറിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായിട്ടാണ് പരാതി ലഭിക്കുന്നതെന്ന് KPC അധ്യക്ഷന്റെ വാദം തെറ്റാണെന്ന് വരും 24 പുറത്തുവിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ ആരോപണം ഉന്നയിച്ച യുവതിയാണ് KPCC നേതൃത്വത്തിനും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കും ഔദ്യോഗികമായി പരാതി നൽകിയത്. സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന യുവതി നേരിട്ടത് ക്രൂര പീഡനം. വിവാഹ വാഗ്ദാനം നൽകി സൗഹൃദം സ്ഥാപിച്ചായിരുന്നു രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചത്. രാഹുൽ ശരീരമാകെ ആക്രമിച്ചു മുറിവേൽപ്പിച്ചു. ആദ്യ ആക്രമണത്തിന് ശേഷം രാഹുൽ വിവാഹ വാഗ്ദാനം പിൻവലിച്ചു. ഗർഭിണിയാകണമെന്ന് രാഹുൽ തന്നോട് ആവശ്യപ്പെട്ടെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നു. ഫെന്നി നൈനാനാണ് രാഹുലിന്റെ സുഹൃത്തിന്റെ കേന്ദ്രത്തിലേക്ക് യുവതിയെ എത്തിച്ചത്. അവിടെ വെച്ചായിരുന്നു അതിക്രൂര പീഡനം. ഇൻസ്റ്റാഗ്രാം മുഖേന 2023-ലാണ് രാഹുൽ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചത്. അതിനുശേഷം ഫോൺ നമ്പർ വാങ്ങി. പിന്നീട് മെസ്സേജ് അയച്ചതും ബന്ധം സ്ഥാപിച്ചതും ടെലഗ്രാമിലൂടെ. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചായിരുന്നു രാഹുലിന്റെ പ്രവൃത്തിയെന്ന് യുവതി പരാതിയിൽ പറയുന്നു. യുവതി ഇതിനകം ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. രാഹുലിനെതിരെ പാർട്ടി നേതൃത്വത്തിന് മുൻപിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ പരാതി ലഭിച്ചില്ലെന്ന KPCC അധ്യക്ഷന്റെ വാദം തെറ്റാണെന്ന് തെളിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് അതിജീവിത പരാതി നൽകിയിട്ടുണ്ട്. ഇത് നേതൃത്വം മുക്കി. ഇപ്പോഴത്തെ പരാതി കിട്ടിയ കാര്യം സ്ഥിരീകരിച്ച കോൺഗ്രസ് നേതൃത്വം DGP-ക്ക് കൈമാറി. 24 കൊച്ചി. മറ്റൊരു വാർത്തയിലേക്ക്. ബലാത്സംഗ ഭ്രൂണഹത്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കണ്ടെത്താൻ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. കർണാടകയിലെ അനഗലിലെ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു റിസോർട്ടിലാണ് രാഹുൽ ഇപ്പോൾ ഒളിവിലുള്ളതെന്ന് 24 പുറത്തുവിട്ടു. അതേസമയം അടച്ചിട്ട മുറിയിൽ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിലും പ്രോസിക്യൂഷനും കോടതിയെ സമീപിച്ചു. പാലക്കാട്ടെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത സംഭവത്തിൽ ഫ്ളാറ്റിലെ കെയർ ടേക്കറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി നാളെയാണ് പരിഗണിക്കുന്നത്. ഹർജിയിലെ വാദം അടച്ചിട്ട മുറിയിൽ കേൾക്കണമെന്നാണ് രാഹുലിന്റെ പുതിയ ആവശ്യം. അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന് പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്ളാറ്റിന്റെ CCTV ദൃശ്യങ്ങൾ കെയർടേക്കറെ സ്വാധീനിച്ച് രാഹുലും സംഘവും നശിപ്പിച്ചെന്ന നിഗമനത്തിൽ കെയർടേക്കറുടെ മൊഴി SIT രേഖപ്പെടുത്തി. രാഹുൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ചുവന്ന കാർ യുവനടിയുടേത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കാർ സംരക്ഷിച്ചിരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവെന്നാണ് സൂചന. കാർ സൂക്ഷിച്ചത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന കാറ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ MLA-ക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന് പറയുന്ന ഒരു നേതാവിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രന്റെ പ്രതികരണം. ഒരു കാരണവശാലും അതിലൊരു സത്യമില്ല. ആ കാറ് ഞാൻ കണ്ടിട്ടുമില്ല, എൻ്റെ വീട്ടിൽ ആ കാറ് വന്നിട്ടുമില്ല.
ആ കാറുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. എൻ്റെ കാർ, ഈ കാർ മാത്രമേ എൻ്റെ അടുത്ത് ഇവിടെയുള്ളൂ. രാഹുൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ബാഗലൂരുവിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഇവിടെ നിന്ന് മുങ്ങിയ രാഹുൽ കർണാടകയിലെ അനേകലിലാണുള്ളതെന്നാണ് സൂചന. നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിൽ ഒളിവിൽ കഴിയുന്നതായും സൂചനയുണ്ട്. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് എണ്ണപ്പാറ സ്വദേശിനിയായ 17-കാരിയുടെ കൊലപാതകത്തിൽ തെളിവ് കണ്ടെത്താൻ കഴിയാത്ത പോലീസ്. കാസർഗോഡ് കടപ്പുറത്ത് നിന്ന് കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം എണ്ണപ്പാറയിൽ പെൺകുട്ടിയുടേതെന്ന് സ്ഥിരീകരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. DNA പരിശോധനയ്ക്കായി കൂടുതൽ സമയം വേണമെന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ തത്സമയം ചേരുന്നു. അരുൺ, എന്താണ് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? SKN 2010 ഈ പെൺകുട്ടിയെ കാസർഗോഡ് നിന്ന് കാണാതാവുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്ന് കാണാതായി എന്നായിരുന്നു അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയത്. ലോക്കൽ പോലീസും പിന്നീട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒക്കെ കേസ് അന്വേഷിച്ചു. ഒരു തരത്തിലുള്ള പുരോഗതിയും ഈ കേസിലുണ്ടായില്ല. അങ്ങനെയാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിനെ ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നത്. പക്ഷേ സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്ത് 3 മാസം കഴിയുമ്പോഴേക്കും ബിജു പൗലോസിനെ പോലീസ്, ഈ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഈ കേസിൽ തെളിവ് കണ്ടെത്തിയെന്ന് കുടുംബത്തെയും അതുപോലെ തന്നെ ഈ മാധ്യമങ്ങളെയും ഒക്കെ അറിയിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് നൽകുമ്പോഴാണ് DNA മാച്ചാവുന്നില്ല എന്നൊരു വിവരം ഈ ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിക്കുന്നത്. അതായത് 2011 ആഗസ്റ്റ് മാസത്തിൽ കാസർഗോഡ് കടപ്പുറത്ത് നിന്ന് കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം ഈ പെൺകുട്ടിയുടേതാണ് എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം ആദ്യം വിശദീകരിച്ചത്. പക്ഷേ കോടതിയിലെത്തിയപ്പോഴേക്കും അതങ്ങനെയല്ല എന്ന കാര്യമാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതുമാത്രമല്ല, DNA പരിശോധന കേരളത്തിലും അതുപോലെ തന്നെ ഹൈദരാബാദിലുമായി 3 DNA പരിശോധന ഇതുവരെ പൂർത്തിയാക്കി. ഈ DNA പരിശോധനയൊന്നും തന്നെ ഈ മൃതദേഹം ശരീരാവശിഷ്ടങ്ങൾ മാച്ചായിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ചണ്ഡീഗഡിലേക്കാണ് മൃതദേഹാവശിഷ്ടം DNA പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. ചണ്ഡീഗഡിലെ ഈ റിസൾട്ട് വരാൻ 3 മാസം കൂടി കാലതാമസം ആവശ്യമാണെന്ന് ഹൈക്കോടതിയെ അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ കേസ് അട്ടിമറിക്കാൻ ക്രൈംബ്രാഞ്ചും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് SP, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കുറ്റാരോപിതനായ ഒരു പ്രതിയുടെ ബന്ധുവാണ് എന്നൊരു വിവരം ഈ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇക്കാര്യം ഹൈക്കോടതിയെയും അറിയിച്ചിട്ടുണ്ട് SKN. ഓക്കെ, താങ്ക് യു. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് ചേർന്നത്. ഇനി ശബരിമലയിലേക്ക്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്നിതുവരെ 65,000 പേർ ദർശനം നടത്തി. ഇന്നലെ 96,417 പേർ മല ചവിട്ടി. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാതെ എത്തുന്നവർക്ക് നിലയ്ക്കലിലാണ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സന്നിധാനത്തെയും പമ്പയിലെയും തിരക്കനുസരിച്ചാണ് നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത തീർത്ഥാടകർ അന്നേ ദിവസം എത്തിയില്ലെങ്കിൽ അതുകൂടി സ്പോട്ട് ബുക്കിങ്ങിന് വിട്ടുകൊടുക്കും. രാജിക്ക് പിന്നാലെ ഏറ്റുമുട്ടി ഡോക്ടർ MK മോഹൻദാസും സംസ്ഥാന സർക്കാരിൻ്റെ അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും. 2 കൊല്ലത്തിനിടെ ഡോക്ടർ MK മോഹൻദാസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയത് ഒരേ ഒരു മരണാനന്തര അവയവദാനം മാത്രമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് പറയുന്നു. മരണാനന്തര വൃക്കദാനങ്ങളുടെ കണക്ക് വ്യക്തമാക്കി ഡോക്ടർ MK മോഹൻദാസ് തിരിച്ചടിച്ചു. 2 വർഷത്തിനിടെ MK മോഹൻദാസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയത് ഒരേ ഒരു മരണാനന്തര അവയവദാനം മാത്രമെന്ന് കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്. കള്ളം പറയുന്ന കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരളത്തിന് അപമാനമാണെന്ന് ഡോക്ടർ MK മോഹൻദാസ് തിരിച്ചടിച്ചു. 2015 മുതലുള്ള മരണാനന്തര വൃക്കദാനങ്ങളുടെ കണക്ക് നിരത്തിയാണ് MK മോഹൻദാസിന്റെ മറുപടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരണാനന്തര അവയവദാനം നടന്നില്ല എന്നാണ് കേസോട്ടോ ഡയറക്ടർ പറയുന്നതെന്നും 8 അവയവദാനം നടന്ന സ്ഥാനത്ത് 1 എന്ന് കള്ളം പറഞ്ഞ കേസോട്ടോ ഡയറക്ടർ രാജിവെക്കണമെന്നും ഡോക്ടർ MK മോഹൻദാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. കേസോട്ടോ ഡയറക്ടർ രാജിവെച്ചു മാപ്പു പറഞ്ഞില്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് കൊടുക്കുമെന്നും ഡോക്ടർ MK മോഹൻദാസിന്റെ തുടർ പ്രതികരണം. നന്നായി വീർത്ത ബലൂണിന് താൻ ഒരു വലിയ സംഭവമാണെന്ന് തോന്നി എന്ന ചെറു കവിത വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസിന്റെ മറുപടി. കേസോട്ടോ വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം 2025
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത് ഒരു അവയവദാനം മാത്രമെന്ന കണക്കും പിന്നാലെ പുറത്തു വന്നു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാറി. തമിഴ്നാട്ടിലെ ചെന്നൈ ഉൾപ്പെടെയുള്ള തീരദേശ ജില്ലകളിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. ചെന്നൈയിൽ നിന്നുള്ള 6 വിമാനങ്ങൾ ഇന്ന് റദ്ദാക്കി. ശ്രീലങ്കയിൽ മരണം ഇതോടെ ഇപ്പോൾ 390 എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. തീവ്ര ന്യൂനമർദ്ദമായി തമിഴ്നാടിന്റെ വടക്കൻ തീരത്തേക്ക് സഞ്ചരിക്കുന്ന ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഇന്ന് പുലർച്ചെ 5:30 ന്യൂനമർദ്ദമായി മാറിയത്. 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം ദുർബലമാകും. തമിഴ്നാടിന്റെ തീരദേശ മേഖലകളിൽ മഴയ്ക്ക് ശമനമുണ്ട്. ചെന്നൈ, തിരുവള്ളൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 11 ജില്ലകളിലും കാരയ്ക്കലിലും യെല്ലോ അലർട്ടാണ്. നാളെ നീലഗിരി, ഈറോഡ്, കോയമ്പത്തൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇന്നലെ രാവിലെ മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ ചെന്നൈയിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെയോടെ ഭൂരിഭാഗം ഇടങ്ങളിലെയും വെള്ളം കോർപ്പറേഷൻ ജീവനക്കാർ പമ്പ് ചെയ്തൊഴിവാക്കി. ചെന്നൈയിൽ നിന്നുള്ള 6 വിമാനങ്ങൾ റദ്ദാക്കി. ഡിറ്റ്വ നാശം വിതച്ച ശ്രീലങ്കയിൽ മരണം 390 252 പേരെ കാണാതായി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 24 ചെന്നൈ. നിഖിൽ പരമേശ്വരി വാർത്ത അറിയിക്കുന്നു. കോഴിക്കോട് തേങ്ങാക്കൂടയ്ക്ക് തീപിടിച്ചു. കോഴിക്കോട് തൊട്ടിൽപ്പാലം ദേവർകോവിൽ വീടിനോട് ചേർന്നുള്ള തേങ്ങാക്കൂടയ്ക്കാണ് തീപിടിച്ചത്. നാട്ടുകാരും നാദാപുരത്ത് നിന്ന് എത്തിയ ഫയർഫോഴ്സും തൊട്ടിൽപ്പാലം പോലീസും ചേർന്ന് തീ അണച്ചു. പെട്ടെന്ന് തീ അണയ്ക്കാൻ കഴിഞ്ഞതിനാൽ തീ മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരുന്നത് തടയാൻ സാധിച്ചു എന്നാണ് നിഖിലിൻ്റെ റിപ്പോർട്ട്. 500-ലേറെ തേങ്ങ കത്തി നശിച്ചുപോയി. ഇനി പഞ്ചായത്തിലോട്ടിന് 7 നാൾ. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കറു ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. പുതുപ്പള്ളിയിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടാൻ ചാണ്ടി ഉമ്മൻ ഒരു ഓട്ടം നിർബന്ധമാണ്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആദിവാസി ഉന്നതിയിലെത്തിയാണ് ചാണ്ടി ഉമ്മൻ വോട്ട് തേടി ഓടിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചാണ്ടി ഉമ്മൻ എവിടെ എത്തിയാലും ഒരോട്ടം പതിവ്. ഇടുക്കിയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിനെത്തിയപ്പോഴും മാറ്റമില്ല. ഉമ്മൻചാണ്ടി ഉന്നതിയിലെ വീടുകളിലേക്ക് റോഡിലൂടെയും ഊടുവഴികളിലൂടെയും ചാണ്ടി ഉമ്മൻ ഓടിക്കയറി. ജില്ലാ പഞ്ചായത്ത് പൈനാവ് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ഒപ്പം ഓടി. ഇടുക്കിയിലെ കുന്നും മലയും കയറിയുള്ള വോട്ട് തേടിയുള്ള ഓട്ടം എങ്ങനെയെന്ന ചോദ്യത്തിന് ചാണ്ടിയുടെ മറുപടി ഇങ്ങനെ: ഞങ്ങളവിടെ കയറ്റമുണ്ട്, ഇഷ്ടംപോലെ കയറ്റമുണ്ട്. കയറ്റം കുറവാന്ന് തോന്നുവാണെങ്കിൽ അങ്ങോട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇതിന്റെ കാട്ടി കുത്തനെയുള്ള കയറ്റമുണ്ട്. അന്നായ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുതുപ്പള്ളി പാമ്പാടി കയറി, നല്ല കയറ്റമായിരുന്നു. കയറ്റം കഴിഞ്ഞപ്പം എല്ലാവരും നന്നായി. തീർച്ചയായിട്ടും പുള്ളി ഇത് പഠിച്ചിട്ടായിരിക്കും. ചെറുതോണി, തങ്കമണി എന്നീ ടൗണുകളിലും കടകൾ കയറിയും ചാണ്ടി ഉമ്മൻ വോട്ട് ചോദിച്ചു. തൊടുപുഴയിൽ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ, മറ്റു UDF സ്ഥാനാർത്ഥികൾ എന്നിവർക്ക് വേണ്ടിയും വോട്ട് അഭ്യർത്ഥിച്ചു. നടുക്കണ്ടം ഡിവിഷനിലെ വോട്ടറായ വേണുവിന് പിറന്നാൾ കേക്കുമായി എത്തിയ ചാണ്ടി ഉമ്മനും സ്ഥാനാർത്ഥികളും സർപ്രൈസും ഒരുക്കി. 24 ഇടുക്കി. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.